ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് അജി ടെക് മലയാളം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സേഫ് AI ആപ്ലിക്കേഷൻ സൈറ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് കാണാം. ചിലവർ AI എന്ന് പറഞ്ഞാൽ ചിലർ പേടിക്കും. ഇതിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇത് ഫുള്ളായിട്ട് സേഫാണ്. പക്ഷേങ്കിലും ഇതിൽ AI എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള AI ആപ്ലിക്കേഷൻ ഉണ്ട്. 1000 കണക്കിനുള്ള AI ആപ്ലിക്കേഷനുകളുണ്ട്. അതിൽ നിന്നുള്ള ഈ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ സൈറ്റിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ടൈപ്പിൽ ഓരോ തരത്തിൽ 3D ആയിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതേപോലത്തെ ഇമേജസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലേക്ക് കാണാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രൗസർ വേണമെങ്കിൽ ഓപ്പൺ ചെയ്താൽ യൂസ് ചെയ്യാം. അതിൽ ഞാൻ ടൈപ്പ് ചെയ്തു ബിൻ AI ജനറേറ്റർ. സെർച്ച് ചെയ്തു. അതിൽ കാണുന്ന ഫസ്റ്റ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളെ ഇമെയിൽ ID ഇതിൽ കൊടുക്കണം. സോ അതിന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുക. അടുത്ത് ഇവിടെ നിങ്ങളെ ജിമെയിൽ അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് കൊടുക്കുമ്പോൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന അതിൽ കൊടുക്കുക. താഴെ കാണുന്ന ഗെറ്റ് എ ന്യൂ ഇമെയിൽ അഡ്രസ്സ് അതിൽ കൊടുക്കുക. അതിൽ കൊടുക്കുമ്പോൾ ഇതിൽ പുതിയ ഒരു ഔട്ട്ലുക്ക് ഈ മൈക്രോസോഫ്റ്റിന് ക്രിയേറ്റ് ചെയ്യാൻ പറയും. സോ നിങ്ങൾ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യൂ. നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ചെയ്യുന്ന പോലെ തന്നെ സാധാരണമായിട്ട് ഇതിൽ നിങ്ങൾ ഇഷ്ടമുള്ള ജിമെയിൽ ID ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് പാസ്വേഡ് സെറ്റാക്കാൻ പറയും. അത് സെറ്റാക്കുക. അതിനുശേഷം അതിൽ നിങ്ങൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക. അടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, അത് കൊടുക്കുക. എന്നിട്ട് അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, ക്രിയേറ്റ് ആയി. സോ ഫ്രണ്ട്സ്, ഞാൻ ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് വെച്ച് ഞാൻ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും. സോ ഇതിൽ നിങ്ങൾ താഴെ കിടക്കുന്ന ഇതേപോലത്തെ ഇമേജസും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ബട്ട് നമുക്ക് വേണ്ടത് സോഷ്യൽ മീഡിയസിലുള്ള 3D ഇമേജസ്. സോ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം. ഈ ബോക്സിൽ ഞാൻ ഓൾറെഡി ഇതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിന് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതേപോലെ നിങ്ങളെ ഇഷ്ടമുള്ള ഏത് തരത്തിലും നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ കഴിയും. അത് റിലേറ്റഡ് ആയിട്ട് ഇമേജ് ക്രിയേറ്റ് ആയി വരും. സോ നിങ്ങൾക്ക് ഈ വേർഡ് തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് അതിനെ കോപ്പി ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ വാട്സാപ്പിനാണ് ഓൾറെഡി കൊടുത്തിരുന്നത്. അതിനെ ഞാൻ മാറ്റിയിട്ട് ഇൻസ്റ്റഗ്രാം എന്ന് കൊടുത്തു. അടുത്ത് താഴെ വരുമ്പോൾ യുവർ നെയിം, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഏത് നെയിം കൊടുത്തിരിക്കുന്ന അത് ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഏത് പേര് വേണമെങ്കിൽ കൊടുക്കുക. ഓക്കെ, കുറച്ച് താഴോട്ട് വരുമ്പം യുവർ യൂസർ നെയിം അതിനെ മാറ്റിയിട്ട് നിങ്ങളെ പേര് കൊടുക്കുക. അവിടെ നിങ്ങൾ ഇഷ്ടമുള്ള ഏത് പേര് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള പേര് കൊടുത്തു. അടുത്ത് ക്രിയേറ്റ് എന്ന് കൊടുത്തു. അത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇമേജസ് വരും. ഇത് 4 തരത്തിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് കാണിക്കും. ഇതിൽ നിന്ന് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും കഴിയും. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഒന്ന് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. സോ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ നല്ല ട്രെൻഡായിട്ട് ഓടും. നിങ്ങൾ പ്രൊഫൈൽ വേണമെങ്കിൽ സെറ്റാക്കാം. ഓക്കെ, സോ ഈ ഒരു സൈറ്റ് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റാണ്. ഈ സൈറ്റിൻ്റെ മുകളിൽ തന്നെ കാണാൻ പറ്റും മൈക്രോസോഫ്റ്റ് ബിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനെ കണ്ട് ആർക്കും പേടിക്കേണ്ട. ഇത് വളരെ സേഫായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ ഷെയർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.